മഴയുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്ന അറിയിപ്പുകൾ എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. എന്തായാലും സംസ്ഥാനത്ത് വ്യാപക മഴ തുടരും. ഏതെല്ലാം ജില്ലകളിൽ എങ്ങനെയൊക്കെയാണ് അലർട്ടുകൾ നൽകിയിരിക്കുന്നത് എന്ന് നോക്കാം. ഇന്ന് 2 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുന്നത്. കേരളത്തിന്റെ മാപ്പിൽ നിങ്ങൾക്ക് കാണാം 2 ജില്ലകളിൽ വയനാട്ടിലും കണ്ണൂരിലുമാണ് ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുന്നത്. എന്തായാലും ഓറഞ്ച് അലർട്ട് ആണെങ്കിൽ കൂടിയും റെഡ് അലർട്ടിന് സമാനമായ സാഹചര്യത്തിലുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ ജാഗ്രതാ നടപടികളൊക്കെ ജനങ്ങൾ പുലർത്തേണ്ടതായിട്ടുണ്ട്. നല്ല മഴയായിരിക്കും. അതോടൊപ്പം തന്നെ കാസർഗോഡ്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, ഇടുക്കി, എറണാകുളം ജില്ലകളിലായിരിക്കും യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത്. അവിടെയുള്ളവരൊക്കെ ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട്. അധികം അറിയിപ്പുകളൊന്നും ഇല്ലാത്ത ജില്ലകളാണ് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ തുടങ്ങിയ ജില്ലകൾ. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് ശക്തമായിട്ടുള്ള മഴ അവിടെ പല മേഖലകളിലൊക്കെ ഉണ്ടായിരുന്നു. മഴ അറിയിപ്പില്ല എങ്കിൽ പോലും പലയിടങ്ങളിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ ജനങ്ങളൊക്കെ ജാഗ്രത പാലിക്കണം എന്നാണ് പറയാനുള്ളത്. ഇതാണ് ശരിക്കും കേരളത്തിൽ മഴയുമായി ബന്ധപ്പെട്ടുള്ള അലേർട്ടുകൾ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം നമ്മൾക്ക് നൽകിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളും കൂടി ഇതിനോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കാം. കാരണം വിവിധ ഇടങ്ങളിൽ കനത്ത നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ഇടുക്കിയിലും പത്തനംതിട്ടയിലുമൊക്കെ രാത്രി യാത്രാ നിരോധനമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അവിടെയൊക്കെ മണ്ണിടിച്ചിൽ ഭീഷണിയുണ്ട്, പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെയുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുന്നത് പ്രധാനമായിട്ടും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധിയുണ്ടോ ഇല്ലയോ എന്നതായിരിക്കും. അവധിയുണ്ട്. 6 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. ഏതൊക്കെ ജില്ലകളാണ് എന്ന് ചോദിച്ചാൽ പത്തനംതിട്ട, ഇടുക്കി, വയനാട്, എറണാകുളം, കോട്ടയം, ആലപ്പുഴ ഈ 6 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി നൽകിയിരിക്കുന്നത്. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി നൽകിയിരിക്കുന്നത്. സ്കൂളുകൾക്ക് മാത്രമല്ല, പലപ്പോഴും നിങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രശ്നമാണ് എന്തുകൊണ്ട് കോളേജുകൾക്കൊക്കെ, പ്രൊഫഷണൽ കോളേജുകൾക്കൊക്കെ അവധി നൽകുന്നില്ല എന്നുള്ളത്. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. മറ്റൊരു സംശയം വരുന്നത് ഈ പല വിധത്തിലുള്ള പരീക്ഷകളൊക്കെ ഉണ്ടാകും. പ്രത്യേകിച്ച് PSC പരീക്ഷയൊക്കെ നടക്കുന്നുണ്ട്. മുൻകൂട്ടി നിശ്ചയിച്ച PSC പരീക്ഷകൾ ഉൾപ്പെടെയുള്ള പരീക്ഷകൾക്കൊന്നും മാറ്റവും ഉണ്ടായിരിക്കുന്നതല്ല. ഇതും കൂടി ശ്രദ്ധിക്കുക. പരീക്ഷകൾക്ക് മാറ്റമില്ല, പക്ഷേ ഈ 6 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കും.